അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഗാർഡനിലെ ചില ചെടികളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ചെടികളുടെ കട്ടിങ് എടുത്ത് എങ്ങനെ പുതിയ ചെടികൾ വളർത്താം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ കട്ടിങ്ങിനായി എടുക്കുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സിങ്കോണിയം, പേൾ മാസ്, നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ട്രസീന, ഫിലോഡെൻഡ്ര, ടെംപ്റ്റേഷൻ എന്നിവയാണ്. കട്ടിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നോഡുകൾ ഉള്ള ഭാഗം നോക്കി മുറിക്കാൻ ശ്രദ്ധിക്കണം. കട്ടിങ്ങൾ എടുത്ത ശേഷം അവ നന്നായി കഴുകി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലകളിലും തണ്ടിലുമുള്ള അഴുക്കുകളും കീടങ്ങളും കളയാൻ ഇത് സഹായിക്കും. ഇനി നമ്മുടെ ചെടികൾ നടുന്നതിന് വേണ്ടിയുള്ള പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ചെടികൾ പെട്ടെന്ന് വേര് പിടിക്കാനും കരുത്തോടെ വളരാനും ശരിയായ രീതിയിലുള്ള പോട്ടി മിക്സ് അത്യാവശ്യമാണ്. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്: റെഡ് സോയിൽ, റിവർ സാൻഡ്, കോക്കോബീറ്റ്, ആൻഡ് കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് ആണെങ്കിൽ ചെടികൾക്ക് ആവശ്യമുള്ള വളം നൽകാൻ ഇത് സഹായിക്കുന്നു. റെഡ് സോയിൽ ചെടികൾക്ക് നല്ലൊരു അടിത്തറ നൽകാൻ ചെമ്മണ്ണ് ഉപയോഗിക്കാം. ചകിരിച്ചോറ് മണ്ണിലെ ഈർപ്പം നിലനിർത്താനാണ് ചകിരിച്ചോറ് യൂസ് ചെയ്യണത്. റിവർ സാൻഡ് മണ്ണിലെ വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകാൻ മണൽ ചേർക്കുന്നത് സഹായിക്കും. ഇവ 4 തുല്യ അളവിൽ എടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ഉപയോഗിച്ചാൽ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകും. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിലോഡെൻഡ്ര ടെംപ്റ്റേഷൻ കട്ടിങ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി വെള്ളം വാർന്ന സുഷിരങ്ങളുള്ള പോട്ട് തിരഞ്ഞെടുക്കണം. എൻ്റെ പുതിയ പോട്ടായതുകൊണ്ട് ഞാൻ കത്രി ഉപയോഗിച്ച് സുഷിരങ്ങളിട്ട ശേഷം അടിത്തട്ടായിട്ട് കല്ലോ ഓട്ടിൻ കഷ്ണമോ അല്ലെങ്കിൽ കോക്കനട്ട് ഷെല്ലോ ഇട്ടിട്ട് അതിന് ശേഷം ഡ്രൈ ലീവ്സ് ഇട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കട്ടിങ് എടുത്ത് അതിൻ്റെ നോഡുകൾ മണ്ണിൽ നന്നായി അമർന്നിരിക്കത്തക്ക രീതിയിൽ വെച്ച് ചുറ്റും മണ്ണിട്ട് കൊടുക്കാം. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണായി ഞാൻ ചാർക്കോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നനയ്ക്കുന്നത് ചെടി നട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. പിന്നീട് മണ്ണിലെ ഈർപ്പം നോക്കി മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇനി മണ്ണിൽ നടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതേ കട്ടിങ്ങൾ തന്നെ വെള്ളത്തിൽ വളർത്താവുന്നതാണ്. ഇതിനായി ഒരു ഗ്ലാസ് ജാറിലോ കുപ്പിയിലോ വെള്ളം എടുത്ത് കട്ടിങ്ങൾ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇലകൾ വെള്ളത്തിൽ മുട്ടി അഴുകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോഡുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിത്തക്ക രീതിയിൽ ഇരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റി കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ പുതിയ വേരുകൾ വരുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ചെടിയുടെ വിശേഷങ്ങളുമായി കാണാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.